പറയുന്നുണ്ട്, അവരുപയോഗിച്ചിരുന്നത് ബ്രോൺസ് ടൂൾസാണ്. ബ്രോൺസ് കൊണ്ടുള്ള ഉപകരണങ്ങൾ. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ. ചെമ്പിൻ്റെയും ടിന്നിൻ്റെയും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ലോഹമാണ്. ചെമ്പും അതുപോലെ കോപ്പറും ടിന്നും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ലോഹമാണ് ബ്രോൺസ് എന്ന് പറയുന്നത്, വെങ്കലം. ബട്ട് ദീസ് മെറ്റൽസ് നോട്ട് അവൈലബിൾ ഇൻ ദാറ്റ് സിറ്റീസ്. അപ്പോൾ എല്ലാ സിറ്റികളിലും ഈ മെറ്റൽ അവൈലബിൾ അല്ല. അപ്പോൾ ഒരു സിറ്റിയിൽ ഇല്ലെങ്കിൽ ആ സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പോയി അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം എല്ലാ സിറ്റിക്കാരും എവിടെ നിന്നാണ് വാങ്ങുന്നത്? വില്ലേജുകളിൽ നിന്നാണ്. കാരണം അവിടെ അത് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ സിറ്റികളും വില്ലേജുകളും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിരുന്നു. സിറ്റികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രത്യേകത, നഗരജീവിതത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനം. എങ്ങനെയാണ് അവിടെ തൊഴിൽ വിഭജനം ഉണ്ടായത്? എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ? തൊഴിൽ വിഭജനം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ എല്ലാ തൊഴിലും, നാട്ടിൻപുറത്തല്ല എല്ലാ സ്ഥലത്തും എല്ലാ തൊഴിലും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നില്ല അല്ലേ? ഇപ്പോൾ നമ്മൾ നാട്ടിൻപുറത്ത് കൂടുതലും ചെയ്യുന്നുണ്ട്. കൃഷിപ്പണി എന്ന് പറയുമ്പോൾ നില ഉഴുന്നതും വിത്ത് വിതയ്ക്കുന്നതും അല്ലെങ്കിൽ കൊത്തിക്കളച്ച് കൃഷി ചെയ്യുന്നതും ഒക്കെ ഒരാൾ തന്നെ ആയിരിക്കാം. പക്ഷേ നമ്മളൊരു പേന എടുത്തു കഴിഞ്ഞാൽ, ഒരു പേന ഉണ്ടാക്കുമ്പോൾ പേനയുടെ ബോഡി പാർട്ട് ഉണ്ട് അല്ലേ, ചില്ലിൻ്റെ ആ പാർട്ട് ഉണ്ടാക്കുന്നത് ഒരു യൂണിറ്റ് ആയിരിക്കും. അതിൽ റീഫില്ല് ഉണ്ടാക്കുന്നത് വേറൊരു യൂണിറ്റ് ആയിരിക്കും. ആ റീഫില്ലിൽ മഷി നിറയ്ക്കുന്നത് വേറൊരു യൂണിറ്റ് ആയിരിക്കും. മഷി നിറച്ചതിൽ നിബ് ഉണ്ടാക്കുന്ന മെറ്റലാണ്, നിബ് മെറ്റലല്ലേ, ആ മെറ്റൽ ഉണ്ടാക്കുന്നത് വേറൊരു യൂണിറ്റാണ്. അപ്പോൾ ഈ മഷി നിറച്ച് നിബ് ഇടുന്നത് ഒരു യൂണിറ്റ് ആയിരിക്കും. അതിൻ്റെ ക്യാപ്പ്, പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് അടപ്പുണ്ട്, ആ അടപ്പുണ്ടാക്കുന്നത് ഒരു യൂണിറ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ കൂടി ചേർന്ന് ഓരോരോ സാധനങ്ങളാണ് ഉണ്ടാക്കുക. എന്നിട്ട് ലാസ്റ്റ് യൂണിറ്റ് എത്തിയിട്ട് ഇതെല്ലാം കൂടി എന്താക്കി ഒരു സാധനമാക്കിയിട്ട് പുറത്തെത്തിച്ച് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിൽ തന്നെ അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്താണെന്ന് മനസ്സിലായില്ലേ? കാരണം ഈ റീഫില്ലിൽ മഷി നിറയ്ക്കുന്ന ആൾക്ക് എന്തുണ്ടാക്കാൻ അറിയില്ല, നിബ് ഉണ്ടാക്കാൻ അറിയില്ല. നിബ് ഉണ്ടാക്കുന്ന ആൾക്ക് റീഫിൽ ഉണ്ടാക്കാനും അറിയില്ല, പേനയുടെ കൂടുണ്ടാക്കാനും അറിയില്ല, അടപ്പുണ്ടാക്കാനും അറിയില്ല. ഇതെല്ലാം ഓരോ വിഭാഗം തൊഴിലാളികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. തൊഴിൽ വിഭജനമാണ് നഗരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി മൂന്നാമത്തത് സോഷ്യൽ ഓർഗനൈസേഷനാണ്, സാമൂഹിക സംഘടനകൾ. അപ്പോൾ നഗരജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് സോഷ്യൽ ഓർഗനൈസേഷൻ. എന്താണ്? ഇറ്റ് ഈസ് എ നെസസറി വൺ ഇൻ സിറ്റീസ്. വളരെ അത്യാവശ്യമുള്ള, സിറ്റികളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് സോഷ്യൽ ഓർഗനൈസേഷൻ. പറയുന്നുണ്ട്, ഗുഡ്സ്, ഫ്യൂവൽസ്, മെറ്റൽസ്, വുഡ്, സ്റ്റോൺ, ഫുഡ് ഐറ്റംസ് കെയിം ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ് ഫോർ സിറ്റീസ് മാനുഫാക്ചറേഴ്സ്. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഫ്യൂവൽസ്, ഇന്ധനം, ലോഹങ്ങൾ, മരം, കല്ലുകൾ, ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ മെസപ്പൊട്ടേമിയയുടെ അല്ലെങ്കിൽ പല ഭാഗത്തു നിന്നായിട്ടാണ് എങ്ങോട്ട് വരുന്നത്? നഗരങ്ങളിലേക്ക് വരുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകല്ല ചെയ്യുക. ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് മെറ്റൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല, അവിടെ ഇന്ധനങ്ങളൊന്നും ഉണ്ടാവില്ല, അവിടെ ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. മെറ്റൽ ഐറ്റം ഉണ്ടാക്കുന്ന സ്ഥലത്ത് മെറ്റൽ ഐറ്റം ഉണ്ടാവുള്ളൂ, ഫുഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നും ഉണ്ടാക്കുന്നത് ഓരോ സ്ഥലത്താണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ടാക്കുന്ന സാധനങ്ങൾ നഗരത്തിലേക്ക് എത്തുമ്പോൾ അതെന്ത് വേണം? അതിനൊരു ഓർഗനൈസേഷൻ വേണം അല്ലേ? അതായത് ഫുഡ് ഐറ്റംസ് മാത്രം കളക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, മെറ്റൽ ഐറ്റംസ് മാത്രം കളക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. സോ ദി ഓർഗനൈസ്ഡ് ട്രേഡ് ആൻഡ് സ്റ്റോറേജ് ഈസ് നീഡഡ്. അപ്പോൾ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് നഗരങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ സംഘടനകൾ എന്ത് ചെയ്യും? അത് വാങ്ങി കളക്ട് ചെയ്ത് വയ്ക്കും, എന്നിട്ട് നഗരത്തിലുള്ള ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ മെറ്റൽ ഐറ്റംസ് വരുന്നവരെന്ത് ചെയ്യും? മെറ്റൽ ഐറ്റംസ് കിട്ടുന്ന കടകളിലേക്ക് അത് വാങ്ങി അവർ സ്റ്റോക്ക് ചെയ്തിട്ട് നഗരത്തിൽ ആവശ്യമായ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ സോഷ്യൽ ഓർഗനൈസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നഗരത്തിൽ. കാരണം ഇതുപോലെ പല ഭാഗത്തു നിന്ന് വരുന്ന സാധനങ്ങൾ നഗരത്തിൽ സ്റ്റോക്ക് ചെയ്ത് സൂക്ഷിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആവശ്യമായ സംഘടനകളാണ് ഇത്, സോഷ്യൽ ഓർഗനൈസേഷൻസ്. ഇനി നാലാമത്താണ് കീപ്പിംഗ് ഓഫ് റിട്ടൺ റെക്കോർഡ്സ്. ഇങ്ങനെ വരുന്ന സാധനങ്ങൾ, കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് നഗരം. ഇതൊക്കെ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ, ഇപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് മെറ്റൽ ഐറ്റംസ് വരുന്നു, ഇപ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്ന് എങ്ങോട്ടൊക്കെ വരുന്നതെന്ന് ഇവരിവിടെ രേഖപ്പെടുത്തി വെക്കണം. പിന്നെ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഇവരെന്ത് ചെയ്യണം? ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യണം. അപ്പോൾ ആർക്കൊക്കെ വിതരണം ചെയ്തു എന്നത് അവർ രേഖപ്പെടുത്തി വെക്കണം. അപ്പോൾ
റിട്ടൺ റെക്കോർഡ്സ്, അവർക്ക് ഇതൊക്കെ എഴുതി സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുക്കളെല്ലാം അവർ എന്ത് ചെയ്തിരുന്നു? എഴുതി സൂക്ഷിച്ചിരുന്നു. ഇനി മൂവ്മെൻറ്റ്സ് ഓഫ് ഗുഡ്സ് ഇൻ ടു സിറ്റീസ്, വ്യാപാരത്തിനായിട്ട് സാധനങ്ങൾ എങ്ങനെയാണ് സിറ്റിയിലേക്ക്, ഏതൊക്കെ സാധനങ്ങളൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വന്നത്? ഇപ്പോൾ പ്രധാനമായിട്ടും വന്ന ഇമ്പോർട്ടിങ് ഐറ്റംസ് എന്ന് പറയുന്ന, അവർ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് മിനറൽ റിസോഴ്സസ്, പ്രധാനമായിട്ടും സ്റ്റോൺ, ചാക്കോൾ. അവർ മെസപ്പൊട്ടേമിയയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അവർ കല്ലുകൾ കൊണ്ടുള്ള പല സാധനങ്ങളും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നിർമ്മിക്കാൻ ആവശ്യമായ കല്ലുകൾ, കൽക്കരി, ഇത് രണ്ടും ഇറക്കുമതി ചെയ്തിരുന്നത് തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നും. തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നും അവർ കല്ലും കൽക്കരിയും ഇറക്കുമതി ചെയ്തു. പിന്നെ ലോഹ ഐറ്റത്തിൽ കോപ്പർ, ടിന്ന്, സിൽവർ, ഗോൾഡ്, ഈ സാധനങ്ങളൊക്കെ അവർ ഇറക്കുമതി ചെയ്യുന്നത് തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നുമാണ്. അപ്പം ലോഹം, മെറ്റൽ ഐറ്റമായ ചെമ്പ്, ടിന്ന്, വെള്ളി, സ്വർണം, ഇതൊക്കെ അവർ ഇറക്കുമതി ചെയ്തത് എവിടെ നിന്നാണ്? തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നും. പിന്നെ മര ഉരുപ്പടികൾ, അത് അവരെവിടെ നിന്ന് തന്നെ ഇറക്കുമതി ചെയ്തത്? തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നും തന്നെ. അപ്പോൾ കൂടുതലും അവർ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നത് തുർക്കിയിൽ നിന്നും ഇറാനിൽ നിന്നുമാണ്. ഈ മരങ്ങളൊക്കെ അവർ ഇറക്കുമതി ചെയ്തത് എന്തിനായിരുന്നു? മേക്കിംഗ് കാർസ്, അല്ലേ, കാളവണ്ടികൾ ഉണ്ടാക്കാൻ, പിന്നെ കാർട്ട് വീൽസ്, അതിൻ്റെ ചക്രം ഉണ്ടാക്കാൻ, ആൻഡ് ബോട്ട്സ്, അവിടെ നദികളിലൂടെ ബോട്ടുകൾ ഉണ്ടാക്കാൻ അവർ ഈ മരം ഇറക്കുമതി ചെയ്തു. കാളവണ്ടികളും അതിൻ്റെ വീലുകളും ഉണ്ടാക്കാനൊക്കെ അവർ മരം ഇറക്കുമതി ചെയ്തു. പിന്നെ സ്റ്റോൺസ്, എന്തിനാണ് സ്റ്റോൺസ് ഇറക്കുമതി ചെയ്യുന്നത്? സ്റ്റോണുകൾ, കല്ലുകളിൽ അവരെന്ത് ചെയ്തു? ടൂൾ മേക്കിംഗ്, കല്ലുകൊണ്ടുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി. ദെൻ ടു മേക്ക് സീൽസ്, നമ്മൾ നേരത്തെ പിക്ചർ കണ്ടു, സീലുകൾ കണ്ടു അല്ലേ, ആ സീലുകൾ ഉണ്ടാക്കാനും അവർ കല്ല് ഇറക്കുമതി ചെയ്തു. ആൻഡ് ടു മേക്ക് ജുവൽസ്, പലതരത്തിലുള്ള ആഭരണങ്ങൾ പിക്ചർ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ആഭരണങ്ങൾ ഇറക്കുമതി ചെയ്യും. ആഭരണങ്ങൾ ഉണ്ടാക്കാനും അവരെന്ത് ചെയ്തു? പല പല നിറത്തിലുള്ള കല്ലുകൾ അവർ ഇറക്കുമതി ചെയ്തു. പിന്നെ മെറ്റൽസ്, എന്തിനാണ് ലോഹങ്ങൾ അവർ ഇറക്കുമതി ചെയ്തത്? മേക്കിംഗ് ടൂൾസ്, അവർക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാൻ, ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ, വെസൽസ്, പാത്രങ്ങൾ ഉണ്ടാക്കാൻ, ആഭരണങ്ങൾ ഉണ്ടാക്കാൻ, അപ്പോൾ ലോഹങ്ങളെ അവർ ഇറക്കുമതി ചെയ്തു. അപ്പോൾ കല്ലുകൊണ്ടുള്ള ആഭരണത്തിൽ കൊളുത്തും കൊച്ചും കൊളുത്തും ഒക്കെ കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ടു. അതൊക്കെ ഉണ്ടാക്കിയിരുന്നത് എന്തുകൊണ്ടാണ്? ലോഹങ്ങൾ. ഇനി അവർ കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കൾ, ഇത്രയും സാധനങ്ങൾ അവർ ഇറക്കുമതി ചെയ്തു. ഇനി കയറ്റുമതി ചെയ്തിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങൾ. മെസപ്പൊട്ടേമിയയിൽ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു. ആൻഡ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഓഫ് ടു തുർക്കി ആൻഡ് ഇറാൻ. നമ്മൾ പറഞ്ഞു ഇവിടെ വളരെ ഫെർട്ടൈലായിട്ടുള്ള ഒരു പ്രദേശമാണ് മെസപ്പൊട്ടേമിയ. ഈ ഫെർട്ടൈലായിട്ടുള്ള പ്രദേശത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ തുർക്കിയിലേക്കും ഇറാനിലേക്കും കയറ്റുമതി ചെയ്തു. പകരം അവിടെ നിന്ന് സ്റ്റോൺസ്, വുഡ്സ്, മെറ്റൽസൊക്കെ അവർ തിരിച്ചിങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇനി അവരുടെ ഗതാഗത മാർഗ്ഗങ്ങൾ എന്തൊക്കെയായിരുന്നു? മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത മാർഗ്ഗങ്ങൾ എന്തൊക്കെയായിരുന്നു? യൂസ്ഡ് ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട, നമ്മൾ പറഞ്ഞു യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, അതിൻ്റെ കൈവഴികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താൻ വേണ്ടിയിട്ട് ജലഗതാഗത മാർഗം അവർ ഉപയോഗിച്ചു. ദെൻ കനാൽസ് ആൻഡ് നാച്ചുറൽ ചാനൽസ്, പ്രകൃതിദത്തമായ കൈവഴികളിലൂടെയും പിന്നെ അവരുണ്ടാക്കിയിട്ടുള്ള കനാലുകളിലൂടെയും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാക്കി. ദെൻ എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അർബൻ ഡെവലപ്മെൻറ്റ്. അവരുടെ നഗര ജീവിതത്തിന്, നഗരങ്ങൾ വികസിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറിയത് എന്താണ്? ഇത്തരത്തിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗതാഗത മാർഗങ്ങളാണ്. ഇനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നത്, അവരുടെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യയുടെ വികാസം. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്നാണ് അവരുടെ എഴുത്തുവിദ്യ. എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു ചെറുതായിട്ട് പറഞ്ഞു. ഇനി നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. എന്തൊക്കെയാണ് അവരുടെ എഴുത്തുവിദ്യയുടെ വികാസം, എങ്ങനെയൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ടാബ്ലറ്റ്സ് അവർ ഉപയോഗിച്ചിരുന്നു അല്ലേ, ടാബ്ലറ്റുകൾ ഉപയോഗിച്ചിരുന്നു. ക്ലേ ടാബ്ലറ്റ്സ്, കളിമണ്ണുകൾ കൊണ്ടുണ്ടാക്കിയ ഫലകങ്ങൾക്കാണ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലേ ടാബ്ലറ്റ്സ് ആണ് അവരുടെ എഴുത്തുപകരണം. മെസപ്പൊട്ടേമിയയിലെ എഴുത്തുപകരണം അല്ലെങ്കിൽ പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ
ക്ലേ ടാബ്ലറ്റാണ്, കളിമൺ ഫലകങ്ങളാണ്. ഇനി എങ്ങനെയാണ് ഈ കളിമൺ ഫലകം ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പോൾ നോക്കാം. A scribe would wet clay and put it into a size he could comfortably in on hand. കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പാകത്തിന് എന്ത് ചെയ്യും, കളിമണ്ണ് കുഴച്ചെടുത്തിട്ട് അവരെന്ത് ചെയ്യും, ഒരു ഫലകം പോലെ ഉണ്ടാക്കും. അതായത് കളിമണ്ണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന മണ്ണ് കുഴയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു കയ്യിൽ പിടിക്കാൻ പാകത്തിന് അവർ എന്ത് ചെയ്യും, കളിമണ്ണ് കുഴച്ചെടുത്തിട്ട് സ്മൂത്തിങ് ഓൺ ഇറ്റ്സ് സർഫേസ്, അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് സ്മൂത്ത് ചെയ്യും, മിനുസപ്പെടുത്തും. എന്നിട്ട് അറ്റം വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച്, അതായത് അറ്റത്ത് മൂർച്ചയേറിയ ലോഹത്തിൻ്റെയോ എന്തിൻ്റെയും സാധനങ്ങൾ, ഒരു അരം പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എഴുതി വെക്കും. അതായത് ഈ കളിമണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇതൊക്കെ എഴുതണം. കളിമണ്ണ് കൊണ്ട് ഫലകം പോലെ ഉണ്ടാക്കി അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് മിനുസപ്പെടുത്തി അതിൻ്റെ മുകളിൽ അക്ഷരങ്ങൾ അവരിങ്ങനെ കൊത്തി വയ്ക്കുക ചെയ്തത്, കാവി. അങ്ങനെ അക്ഷരങ്ങൾ അവർക്ക് എന്താണോ എഴുതേണ്ടത് അത് അവരുടെ ഭാഷയിൽ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചു. എന്നിട്ട് ഡ്രൈയിങ് അപ്പ് ദി സൺ, എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഉണക്കും. വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ അതെന്തായി, പെർമനൻ്റ് ആയിട്ട് അവിടെ നിന്നു. നമ്മൾ ബുക്കിൽ എഴുതിയത്, പെൻസിൽ കൊണ്ട് എഴുതിയത് മായ്ക്കാൻ പറ്റും അല്ലേ? പക്ഷേ ഈ കളിമൺ ഫലകത്തിൽ കളിമണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് അവർ എഴുതി വെക്കുകയാണ്. ഇപ്പോൾ സിമെൻ്റൊക്കെ തേച്ച് കഴിഞ്ഞാൽ സിമെൻ്റ് ഉണങ്ങുന്നതിന് മുമ്പ് പലരും എഴുതി വെക്കലുണ്ടല്ലോ പേര്. അത് ഉണങ്ങി കഴിയുമ്പോൾ എന്താവും, അത് പെർമനൻ്റ് ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. കണ്ടിട്ടില്ലേ, നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ കളിമണ്ണിൻ്റെ ഫലകം ഉണ്ടാക്കി അതിൻ്റെ മുകൾ ഭാഗം മിനുസപ്പെടുത്തി അതിൽ എഴുതി വെക്കും, എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കും. അപ്പോൾ അതെന്താവും, നല്ല കട്ടിയിൽ അങ്ങനെ നിൽക്കും, കേടുവരില്ല ഒരിക്കലും. അതിലെഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞു പോവുകയുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഗവേഷകർക്ക് അവരെഴുതിയതൊക്കെ കണ്ടെത്താനും വായിച്ചെടുക്കാനും പറ്റിയത്. ഇത് കണ്ടോ, ഇതാണ് അവരുടെ ക്ലേ ടാബ്ലറ്റ്. അതിൽ അവരുടെ അക്ഷരങ്ങളും ചിത്രങ്ങളും ഒക്കെ കണ്ടോ, കളിമണ്ണ് കൊണ്ടുള്ള ടാബ്ലറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഉണങ്ങുന്നതിന് മുമ്പ് അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ എഴുതിയും വരച്ചും വെച്ച് അവർ വെയിലത്ത് വെച്ച് ഉണക്കും. കണ്ടോ, ഇതാണ് അവിടെ ക്ലേ ടാബ്ലറ്റ്. ഇനി ആദ്യത്തെ ഫസ്റ്റ് ക്ലേ ടാബ്ലറ്റ് റിട്ടൺ അറൗണ്ട് 3200 BC, 3200 BC-യിൽ എഴുതപ്പെട്ടതാണ് ആദ്യത്തെ ടാബ്ലറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. അതിലുള്ളത് എന്താണ്, പിക്ചേഴ്സ് ലൈക്ക് സൈൻസ് ആൻഡ് നമ്പേഴ്സ്. പിക്ചേഴ്സ് ലൈക്ക് സൈൻസ്, ചിത്രലിപികളിലാണ് അവർ എഴുതിയിട്ടുള്ളത് അല്ലേ? ഓക്സൺ, ഫിഷ്, ബ്രെഡ്, ലോവ്സ് എക്സെട്ര ഒരു കാളകളെ കുറിച്ചും മീൻ, അവർ കണ്ടെത്തിയിട്ടുള്ള സാധനങ്ങൾ, കിളികളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ അവരതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് ഉള്ളത്, പക്ഷേ അത് അവരുടെ ഭാഷയാണ്, പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റാണ്. ഇനി ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ദാറ്റ് വെയർ ബോട്ട് ഇൻ ടു ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രം ദി ടെമ്പിൾസ് ഓഫ് ഉറൂക്ക്, എ സിറ്റി ഓഫ് സദേൺ മെസപ്പൊട്ടോമിയ. പിന്നെ ഇത്തരത്തിലുള്ള ഫലകങ്ങളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയുന്നത് ഉറൂക്ക്, മെസപ്പൊട്ടോമിയയിലെ ഒരു നഗരമാണ്. നമ്മൾ പറഞ്ഞു ഉറൂക്ക്, മാരിയൊക്കെയാണ് ആദ്യം ഖനനം നടത്തിയത്. അപ്പോൾ ഉറൂക്കിലെ ഒരു ക്ഷേത്രത്തിൽ സംഭാവന ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റുകളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫലകങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ചരിത്രകാരന്മാർ അതൊക്കെ വായിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മെസപ്പൊട്ടോമിയയിലെ നഗരമായ ഉറൂക്കിലെ ഒരു ക്ഷേത്രത്തിലേക്ക് വിതരണം ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റുകൾ വരെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ നമുക്ക്, ദ റൈറ്റിംഗ് ബിഗാൻ വെൻ സൊസൈറ്റി നീഡ് ടു കീപ് റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. അവർ കൈമാറ്റം ചെയ്യുന്ന സാധനങ്ങളെല്ലാം രേഖപ്പെടുത്തി വയ്ക്കാൻ തുടങ്ങിയ ഒരു സമൂഹമായിരുന്നു ഏത്, മെസപ്പൊട്ടേമിയൻ സമൂഹം. അപ്പോൾ ഇങ്ങനെ എഴുതി വയ്ക്കുന്ന അവരുടെ ലിഖിതത്തിന് അല്ലെങ്കിൽ ലിപിക്ക് പറയുന്ന പേരാണെന്ത്, ക്യൂണിഫോം ലിപി. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ?
സ്ക്രിപ്റ്റ് ഓഫ് മെസപ്പൊട്ടോമിയൻസ്. മെസപ്പൊട്ടോമിയൻ ലിപിയുടെ പേരാണ് ക്യൂണിഫോം ലിപി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ക്യൂണിഫോം ലിപി ഡെവലപ്പ് ചെയ്യുന്നത് ഏകദേശം 2600 BC-യിലാണ്. 2600 BC-യിൽ വികാസം പ്രാപിച്ച ഒരു സ്ക്രിപ്റ്റാണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ്. ക്യൂണിഫോം എന്ന് പറഞ്ഞാൽ വെഡ്ജ് ഷേപ്ഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദസ് ഇറ്റ് വാസ് ലെറ്റർ ആർ ദി ഷേപ്പ് ഓഫ് വെഡ്ജ്. അങ്ങനെ എന്താ പറയുക, കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലാണ് അവർ അക്ഷരങ്ങൾ ഉണ്ടായിരുന്നത്. ദി ടേം ക്യൂണിഫോം derived from the Latin word cunus meaning wedge and forma means shape. ക്യൂനിസ് ആൻഡ് ഫോമ രണ്ട് വാക്കുകൾ കൂടി ചേർന്നാണ് ക്യൂണിഫോം എന്ന് പേരുണ്ട്. നമ്മൾ പറഞ്ഞു മെസോസ് ആൻഡ് പൊട്ടാമസ് എന്നുള്ള രണ്ട് വാക്കിൽ നിന്നാണ് മെസപ്പൊട്ടോമിയ, ലാൻഡ് ബിറ്റ്വീൻ ടു റിവർ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് ക്യൂനസ് ആൻഡ് വെഡ്ജ്, ക്യൂനസ് ആൻഡ് ഫോമ. ക്യൂനസ് മീൻസ് വെഡ്ജ്, ഫോമ മീൻസ് ഷേപ്പ്. അപ്പോൾ ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം വെഡ്ജ് ഷേപ്ഡ് ലെറ്റേഴ്സ്. ക്യൂണിഫോം സ്ക്രിപ്റ്റ് അവരുപയോഗിച്ചിരുന്ന ക്യൂണിഫോം. അത് കണ്ടോ, ഇതാണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ്. വെഡ്ജ് ഷേപ്ഡാണ്, അതിൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ. ഇതൊക്കെ അവരുടെ അക്ഷരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ. ഇത് വായിച്ചെടുത്തിട്ടുണ്ട്, ചരിത്രകാരന്മാർ ഇത് വായിച്ചെടുത്തിട്ടുണ്ടെന്നാണ് അവർ എഴുതിയത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട്. അപ്പോൾ വെഡ്ജ് ഷേപ്ഡ് ലെറ്റേഴ്സ് ആയിട്ടാണ് ക്യൂണിഫോം സ്ക്രിപ്റ്റിനെ അറിയപ്പെടുന്നത്. ഇനി എന്തിനാണ് അവർ ഇത് ഉപയോഗിച്ചിരുന്നത്? എഴുത്തുവിദ്യ അവരെന്തിനാണ്? നമ്മൾ പറഞ്ഞു നേരത്തെ പല കാര്യങ്ങളും. അവർ പ്രധാനമായിട്ടും എന്താണ്, കീപ്പിംഗ് റെക്കോർഡ്സ്. അവരൊക്കെ രേഖകളാക്കി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നവർ. അവരൊരുപാട് കച്ചവടങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ആ കച്ചവടത്തിൻ്റെ രേഖകൾ അവർ തയ്യാറാക്കി വെച്ചു. ക്ലറിക്കൽ അക്കൗണ്ട്സ് അല്ലേ, അവരുടെ ക്ലറിക്കൽ വർക്കുകളെല്ലാം അവരുടെ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട കണക്കും കാര്യങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തി വെച്ചു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഫോർ മേക്കിംഗ് ഡിക്ഷണറീസ് ആൻഡ് ലിറ്റററി വർക്ക്സ്. നിഘണ്ടുക്കൾ ഉണ്ടാക്കാൻ, ഡിക്ഷണറി ഉണ്ടാക്കാനും അതുപോലെ സാഹിത്യകൃതികൾ ഉണ്ടാക്കാനും അവർ എഴുത്തുവിദ്യ ഉപയോഗിച്ചു. ദെൻ ഗിവിംഗ് ലീഗൽ വാലിഡിറ്റി ടു ദി ലാൻഡ് ട്രാൻസ്ഫേഴ്സ്. ഈ രേഖകൾ, യൂണിഫോം സ്ക്രിപ്റ്റിലൂടെ രേഖകൾ, ടാബ്ലറ്റുകൾ അവർ ഉപയോഗിച്ചിരുന്നതിനായിരുന്നു ലീഗൽ വാലിഡിറ്റി ടു ലാൻഡ് ട്രാൻസ്ഫേഴ്സ്. ഇപ്പോൾ നമ്മളൊരു സ്ഥലം വാങ്ങി മറ്റൊരാൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിന്ന് നമ്മളൊരു സ്ഥലം വാങ്ങുകയോ ചെയ്യുമ്പോൾ ആധാരം ഉണ്ടാക്കും അല്ലേ. ആധാരം ഉണ്ടാക്കി രജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ചെയ്താലേ നമ്മുടേതാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്നത് അവരുടേതാവുള്ളൂ. അത് ലീഗൽ, നിയമപരമായി സാധ്യത കിട്ടാനാണ്. അതിൻ്റെ 10 സെൻറ്റ് സ്ഥലം എടുത്തോ എന്ന് പറഞ്ഞ് വാക്കാൽ പറഞ്ഞാൽ അതിനെന്തില്ല, നിയമപരമായിട്ട് യാതൊരു പരിരക്ഷയുമില്ല. അപ്പം നിയമപരമായ പരിരക്ഷ കിട്ടണമെങ്കിൽ അതിന് റെക്കോർഡ് വേണം. ഇവിടെയും മെസപ്പൊട്ടോമിയക്കാരും അത് തന്നെയും ചെയ്തത്. അവർ സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലാൻഡ്, സ്ഥലം ഒരാൾക്ക് മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ, ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ അതിന് നിയമസാധ്യത കിട്ടാൻ വേണ്ടി അവരത് രേഖയാക്കി വെച്ചു. അതിനും അവർ എഴുത്തുവിദ്യ ഉപയോഗിച്ചു. ദെൻ നറേറ്റിംഗ് ദി ഡീഡ്സ് ഓഫ് കിങ്സ്. മെസപ്പൊട്ടോമിയ ഭരിച്ചിരുന്ന രാജാക്കന്മാരുണ്ട്. രാജാക്കന്മാരുടെ ശാസനങ്ങൾ നിയമങ്ങളായിട്ട് മാറാൻ അവരത് രേഖപ്പെടുത്തി വെച്ചു. രാജാക്കന്മാർ പറയുന്നതാണ് അവിടെ നിയമം. അതുകൊണ്ട് ആ നിയമം അവർ രേഖപ്പെടുത്തി വെച്ചു. ആൻഡ് അനൗൺസിങ് ദി ചേഞ്ചസ് ഇൻ ദി കസ്റ്റമറി ലോസ്. അതുവരെ നിലനിന്നിരുന്ന എന്തെങ്കിലും നിയമങ്ങൾ രാജാക്കന്മാർ ചിലപ്പോൾ മാറ്റും. അപ്പോൾ അത് മാറ്റുമ്പോൾ പുതിയ നിയമം എന്ത് ചെയ്യും, ഇതുപോലെ എഴുതി വെച്ച് പബ്ലിഷ് ചെയ്യും. അത് സൂക്ഷിച്ചിരുന്നു, ടാബ്ലറ്റുകളാക്കി സൂക്ഷിച്ചിരുന്നു. അപ്പോൾ എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത് മനസ്സിലായല്ലോ. കച്ചവട ആവശ്യങ്ങൾക്കും അവരുടെ കണക്കും കാര്യങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടി അവർ ടാബ്ലറ്റുകളിൽ എഴുതി സൂക്ഷിച്ചു. രണ്ടാമത് ഡിക്ഷണറികൾ ഉണ്ടാക്കാനും സാഹിത്യ കൃതികൾ രചിക്കാനും അവർ ടാബ്ലറ്റുകൾ എഴുതി സൂക്ഷിച്ചു. മൂന്നാമത്തത് അവരുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നത് നിയമപരമായിട്ട് സാധ്യത ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ടാബ്ലറ്റുകളിൽ എഴുതി സൂക്ഷിച്ചു. രാജാക്കന്മാരുടെ വിശദീകരണങ്ങൾ അവർ ടാബ്ലറ്റുകൾ എഴുതി സൂക്ഷിച്ചു. ഒരു നിയമം മാറി പുതിയൊരു നിയമം വരുമ്പോൾ അതും അവർ ടാബ്ലറ്റുകൾ എഴുതി സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം അവർ റൈറ്റിംഗ് ഉപയോഗിച്ചിരുന്നു, എഴുത്തുവിദ്യ ഉപയോഗിച്ചിരുന്നു. പിന്നെ കിങ്ഷിപ്പ് ഓർഗനൈസ്ഡ് ട്രേഡ് ആൻഡ് റൈറ്റിംഗ്. സ്റ്റോറി ഓഫ് എൻമർക്കർ. ഇപ്പോൾ ഈ ഉറൂക്ക് എന്ന് പറയുന്ന പ്രദേശത്തെ രാജാവായിരുന്ന എൻമർക്കർ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് വിശദമായിട്ട് എഴുതി വെച്ച ഒരു ഫലകം, ഒരു ലിഖിതം അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ടാബ്ലറ്റിൽ നിന്ന് അവരുടെ നഗരജീവിതത്തെക്കുറിച്ചും അവരുടെ ട്രേഡിനെ കുറിച്ചും എഴുത്തുവിദ്യയെക്കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉറൂക്ക് ഭരിച്ചിരുന്നൊരു ഭരണാധികാരിയാണ് ആര്,
എൻമർക്കർ എന്ന് പറയുന്നത്. ഇനി ഈ റൈറ്റിംഗ് സ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു എഴുത്തുവിദ്യ, കളിമണ്ണ് കുഴച്ച് ഫലക രൂപത്തിലാക്കി അതിൻ്റെ മുകൾ ഭാഗം മിനുസപ്പെടുത്തി മൂർച്ചയുള്ള ഒരു ഉപകരണം കൊണ്ട്, അല്ലെങ്കിൽ നാരായം പോലെയുള്ള, നാരായം കണ്ടിട്ടുണ്ടോ? പഴയ കാലത്ത് ഓലയിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നതാണ് നാരായം. അതുപോലെ അറ്റം മൂർച്ച കൂടിയ സാധനം ഉപയോഗിച്ചിട്ടാണ് അവർ ചിത്രരൂപത്തിൽ എഴുതിയിരുന്നതിനെ അതിനെ ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പേനേൻ്റെ എടുത്തിട്ട് ബുക്കിൽ എഴുതുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ത് ഈ ഒരു ക്യൂണിഫോം സ്ക്രിപ്റ്റിൽ ടാബ്ലറ്റിൽ എഴുതുക എന്നുള്ളത്. കാരണം അത് കുറച്ച് സ്കിൽഡ്, കുറച്ച് കഴിവ് ആവശ്യമുള്ള ഒരു പണിയാണ് എഴുതുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും എഴുത്തുവിദ്യ അറിയാമായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മെസൊപ്പൊട്ടേമിയൻ സ്ക്രൈബ്സ് ഹാഡ് ടു ലേൺ ഹൺഡ്രഡ്സ് ഓഫ് ക്യൂണിഫോം സൈൻസ്. 100 കണക്കിന് ക്യൂണിഫോം ചിഹ്നങ്ങൾ പഠിച്ചാലേ എഴുതാൻ പറ്റൂ. അതുപോലെ തന്നെ എന്ത് വേണം? എഴുതുന്ന ആൾക്ക് എന്ത് കഴിവ് വേണം? ഈ നനഞ്ഞ കളിമണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് വൃത്തിയായിട്ട് അതിൽ എഴുതി വെയിലത്ത് വെച്ച് ഉണക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ നമ്മൾ ഒരു കളിമണ്ണ് കുഴച്ചൊരു പാത്രം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയാവും? പാത്രമാവുമോ? എന്തെങ്കിലും ഒരു കോലത്തിലേ ആവുള്ളൂ, പാത്രമാവില്ല. അതുണ്ടാക്കണമെങ്കിൽ പാത്രം ഉണ്ടാക്കുന്ന ആൾക്ക് തന്നെ അതിന് പരിശീലനം കിട്ടിയ ആൾക്കേ പറ്റുമോ. അതുപോലെ തന്നെയാണ് മെസൊപ്പൊട്ടേമിയയിലെ എഴുതുക എന്ന് പറയുന്നത് കുറച്ച് സ്കിൽ ആവശ്യമുള്ള പണിയായിരുന്നു. 100 കണക്കിന് ചിഹ്നങ്ങൾ മെസൊപ്പൊട്ടേമിയൻ എഴുത്തുവിദ്യയിലുണ്ട്. അതുപോലെ തന്നെ ഈ നനഞ്ഞു കുഴഞ്ഞ കളിമണ്ണ് പലക രൂപത്തിലാക്കി മിനുസപ്പെടുത്തി എഴുതാൻ കുറച്ച് കഴിവ് ആവശ്യമാണ്. അത്രയ്ക്ക് കഴിവുള്ള ആൾക്ക് മാത്രമേ അതിന് കഴിഞ്ഞിരുന്നുള്ളൂ. ഓക്കെ.